ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് പിന്നിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ സാങ്കേതിക വിദ്യയുടെ വിജയമാണ് കണ്ടത്. അതിർത്തി കടന്ന് കിലോമീറ്ററുകൾ അപ്പുറമുള്ള തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ തകർക്കാൻ നമ്മുടെ സേനയ്ക്കായി. ഇന്ത്യയുടെ പുതിയ മുഖം ലോകത്തെ കാണിക്കാൻ സേനയ്ക്ക് കഴിഞ്ഞുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. आज ऑपरेशन सिंदूर के बाद मैं पहली बार बेंगलुरु आया हूं। ऑपरेशन सिंदूर में भारतीय सेनाओं की सफलता सीमा पार कई किलोमीटर भीतर आतंकवादी ठिकानों को नेस्त नाबूद करने की ताकत और आतंकवादियों के बचाव में उतरे पाकिस्तान को कुछ ही घंटों में घुटनों पर लाने की हमारी क्षमता पूरी दुनिया ने नए भारत के इस स्वरूप के दर्शन किए हैं. അമേരിക്കയുടെ ഇരട്ട തീരുവയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ചില മുതലാളിമാർക്ക് ഇന്ത്യയോട് അസൂയയാണെന്ന് രാജ്നാഥ് പറഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടാനാണ് അവരുടെ ശ്രമം. ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ചയെ തടയാനാകില്ലെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ട്രംപിന്റെ പേര് പറയാതെയായിരുന്നു രാജ്നാഥ് സിംഗിന്റെ വിമർശനം. जो भारत के का विकास जितनी तेजी के साथ हो रहा है उन्हें रास नहीं आ रहा है, उन्हें अच्छा नहीं लग रहा है. सबके बास तो हम हैं. भारत कैसे इतनी तेजी के साथ बढ़ रहा है और बहुतों के द्वारा यह कोशिश की जा रही है कुछ ऐसा किया जाए ताकि भारत में भारतवासियों के हाथों से जो चीजें तैयार होती हैं वह दुनिया के देशों में जाएं तो उन देशों में बनने वाली चीजों से वह महंगी हो जाए, ताकि भारत की धरती पर भारतवासियों के हाथों से बनी हुई चीजें जब महंगी हो जाएगी तो दुनिया के दोस्तों लोग उसे नहीं खरीदेंगे. यह कोशिश की जा रही है. लेकिन बहनों भाइयों, भारत जितनी तेजी के साथ आगे बढ़ रहा है, मैं पूरे विश्वास के साथ कहता हूं कि भारत को अब दुनिया की कोई ताकत विश्व की एक बड़ी शक्ति बनने से रोक नहीं सकती है. തട്ടിപ്പിന്റെ പല വഴി. സംവരണ ആനുകൂല്യങ്ങൾക്കായി സംസ്ഥാനത്ത് വ്യാപക ജാതി മാറ്റ തട്ടിപ്പ്. ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നത് വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്ത് രൂപത അധികൃതരുടെ ഒത്താശയോടെ വർഷങ്ങളായി നൂറുകണക്കിന് പേരാണ് ജാതി മാറിയിട്ടുള്ളത്. സർക്കാർ ജോലിയും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുമൊക്കെ ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നേടിയെടുത്തവർ നിരവധിയാണ്. നാടാർ, ഈഴവ, പരിവർത്തിത ക്രൈസ്തവർ, SIUC, RC തുടങ്ങിയ വിഭാഗങ്ങളുള്ളവരൊക്കെ ലത്തീൻ വിഭാഗത്തിലേക്ക് മാറിയിട്ടുള്ളതായി ന്യൂസ് 18 അന്വേഷണത്തിൽ വ്യക്തമായി. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. വ്യാജ ജാതി സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുന്നത് മുമ്പൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരുന്നെങ്കിൽ ഇന്നത് വളരെ വ്യാപകമായിരിക്കുന്നു. അതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസികളായ നാടാർ ജാതിക്കാരാണ് ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവരിലേറെയും. SIUC, RC, ഈഴവ വിഭാഗത്തിലുള്ളവരും സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുന്നു. ലത്തീൻ സമുദായാംഗമാണെന്ന സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയ ശേഷം SSLC ബുക്കിൽ ജാതി തെറ്റായി രേഖപ്പെടുത്തിയതാണെന്നും അത് തിരുത്തുന്നതായും ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യും. ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് സഹായരേഖയായി പരിഗണിച്ച് റവന്യൂ അധികൃതർ പ്രാദേശിക അന്വേഷണം നടത്തിയാണ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. എന്നാൽ ഏതാനും ആഴ്ചകൾ പള്ളിയിൽ പോയാൽ ആർക്കും വികാരിയുടെ കത്തും തുടർന്ന് ബിഷപ്പിന്റെ സർട്ടിഫിക്കറ്റും ലഭിക്കുമെന്ന് നാടാർ ജാതിയിൽ ജനിച്ച് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലേക്ക് മാറിയ യുവാവ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. അതായത് അതിൽ ഉണ്ടായിരുന്നവർക്ക് പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ടിയില്ലായിരുന്നു. അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇത് അവരുടെ കുടുംബരേഖ അവർ ചേർക്കുകയും ആ കുടുംബരേഖയ്ക്ക് അവർക്ക് പ്രത്യേകിച്ച് പൈസ കൊടുത്തവർ അവർ ആ ഒരു രേഖയിലോട്ട് കയറ്റണമല്ലോ, അങ്ങനെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു.
പിന്നെ ഇത് ബിഷപ്പ് ഹൗസിൽ നമ്മൾ കൊണ്ട് കത്ത് കൊടുക്കുകയും അവിടെ ജസ്റ്റ് ഒരു ഫീസായിട്ട് ജസ്റ്റ് വാങ്ങിക്കുകയും ചെയ്യും. അത് ഒരു 150-200 രൂപ റേഞ്ചിലായിരിക്കും ഞാൻ കൊടുത്ത് വാങ്ങിച്ചത്. മറ്റു ഇപ്പം നിങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസി ആയതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായില്ല, പക്ഷേ അങ്ങനെ അല്ലാത്തവർക്കാകുമ്പം മറ്റ് പണം കൊടുത്താൽ കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. അതിൽ കുറച്ച് പേര് അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ 2-3 പേര് ഹിന്ദുക്കളായിരുന്നിട്ട് ലാറ്റിൻ കാത്തലിക്കായിട്ട് മാറി വന്നവരുമുണ്ട്. അത് മറ്റ് സമുദായത്തിൽപ്പെട്ടവർ, നാടാറല്ലാതെ മറ്റ് സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഇതുപോലെ ലാറ്റിൻ കാത്തലിക്ക്, അത് ക്രിസ്ത്യൻ വിശ്വാസം വന്ന് ലാറ്റിൻ കാത്തലിക്കായിട്ട് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ലാറ്റിൻ കാത്തലിക് എന്നായിട്ട് അടുത്ത് വരുന്നത്. ഇങ്ങനെ പലരും സർക്കാർ ജോലിയൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ? ഒത്തിരി പേര് അങ്ങനെ സമ്പാദിച്ചിട്ടുണ്ട്. കാരണം 4% സംവരണമല്ലേ. പല സ്വാധീനങ്ങൾ ഉപയോഗിച്ചും പണം നൽകിയും ഒക്കെ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നവരുമുണ്ടെന്നാണ് ആരോപണം. നിരവധി ക്രമക്കേടുകളാണ് ഇതിന്റെയൊക്കെ മറവിൽ നടക്കുന്നത്. ഇത് ഐത്തിയൂർ സ്വദേശിനി പ്രീത SIUC വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണെന്ന് 2002 CSI ബിഷപ്പ് കൊടുത്ത കത്താണ്. ഇനി ഈ കത്ത് നോക്കൂ. ഇതേ പ്രീത ലത്തീൻ വിഭാഗത്തിലുള്ളയാളാണെന്ന് 2005 നെയ്യാറ്റിൻകര രൂപതാധികൃതർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. SIUCക്ക് 1% തൊഴിൽ സംവരണമെങ്കിൽ ലത്തീൻ കത്തോലിക്കയ്ക്ക് അത് 4%. അതാണ് ഈ മാറ്റത്തിന് കാരണം. 2 സർട്ടിഫിക്കറ്റുകളും സ്വന്തമാക്കി PSC നടത്തുന്ന ജില്ലാതല നിയമനങ്ങൾക്ക് തരം പോലെ ഉപയോഗിക്കുന്നവരുമുണ്ടെന്നാണ് വിവരം. ലത്തീൻ കത്തോലിക്കരിൽ മുക്കുവ, നാടാർ, ഈഴവ, പരവ തുടങ്ങിയ വിഭാഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മറപിടിച്ചാണ് ഇപ്പോഴും സമുദായ സർട്ടിഫിക്കറ്റുകൾ യഥേഷ്ടം നൽകുന്നത്. മുമ്പ് സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ ഉപജാതിയും രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ പിന്നീട് അത് ഒഴിവാക്കിയത് ഫലത്തിൽ തട്ടിപ്പിനാണ് വഴിയൊരുക്കുന്നത്. മതത്തിന്റെ കോളത്തിൽ ലാറ്റിൻ കാത്തലിക് എന്നും ജാതി നാടാറെന്നും SLC ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്ന സ്ത്രീയുടെ മകളുടെ സർട്ടിഫിക്കറ്റ് ആയപ്പോൾ അത് യഥാക്രമം ക്രിസ്ത്യൻ ലാറ്റിൻ കാത്തലിക് എന്നായി. 1947 മുമ്പ് ലത്തീൻ കത്തോലിക്ക വിശ്വാസം പിന്തുടർന്നു വന്നവരുടെ പിൻതലമുറക്കാർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്നാണ് വ്യവസ്ഥ. എന്നാൽ 2012 സർക്കാർ ഇറക്കിയ നിർദ്ദേശത്തിലെ അവ്യക്തത മറയാക്കിയാണ് ജാതിമാറ്റ തട്ടിപ്പ് നടക്കുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടമാകാനും ഇത് കാരണമാകുന്നു. സംവരണാർഹതയുള്ള മറ്റു ചില സമുദായങ്ങളിലുള്ളവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിനായും ജാതി മാറുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നടത്താനിരിക്കുന്ന ജാതി സെൻസസിനെ പോലും ബാധിക്കുന്നതാണ് സംസ്ഥാനത്ത് ചില മേഖലകളിൽ വ്യാപകമായി നടക്കുന്ന ജാതിമാറ്റം. നിയമത്തിലെ പഴുതുകൾ ദുരുപയോഗം ചെയ്ത് സമുദായം മാറി സംവരണാനുകൂല്യം തട്ടിയെടുക്കുമ്പോൾ അട്ടിമറിക്കപ്പെടുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമൂഹ്യനീതി എന്ന അടിസ്ഥാന ആശയമാണ്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനും കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും സർക്കാർ തയ്യാറാകേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ C. വിനോദിനൊപ്പം പ്രദീപ് C. നിർബൺ, ന്യൂസ് 18.